അപ്പോൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് എക്സാമിന്റെ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും പഠനമൊക്കെ കഴിഞ്ഞ് റിവിഷനൊക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലെ. അപ്പോ നമ്മളിപ്പോ ഈ ഓരോ എക്സാമിന് നമ്മൾ പോകുമ്പോഴും നമ്മൾ എത്രയൊക്കെ നന്നായിട്ട് പഠിച്ചാലും ആ സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളെ എത്രത്തോളം ഓർത്തെടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി ആൻസർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് അല്ലെ. അപ്പോൾ ഇതിനൊരു പ്രാക്ടീസ് നമുക്ക് വേണ്ടേ, അതിനാണ് ടെസ്റ്റ് സീരീസുകൾ. ടെസ്റ്റ് സീരീസ് നമ്മൾ എത്ര എണ്ണം ചെയ്യുന്നു അത്രയും ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയരും. മാത്രമല്ല നമ്മൾ ഇത്രയും നാളായിട്ട് പഠിച്ച കാര്യങ്ങളെ നമുക്ക് എത്രത്തോളം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ഒരു ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. അപ്പൊ ആ കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടെ പഠിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പൊ ടെസ്റ്റ് സീരീസ് ഒന്നും മിസ് ചെയ്യരുത്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരും എന്തായാലും നമ്മുടെ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്യുക. ഇനി ഇതുവരെ നമ്മുടെ കോഴ്സ് ഒന്നും എടുക്കാത്തവരാണെങ്കിലും നമ്മുടെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ മാരത്തോൺ MCQs പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഇനിയും ടെസ്റ്റ് സീരീസുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ടെസ്റ്റ് സീരീസ് എടുക്കുക. അതിൽ ടോപ്പിക് വൈസ്, മോഡ്യൂൾ വൈസ്, കമ്പൈൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ എക്സാം എഴുതുന്നത് അതേപോലെ വെയിറ്റേജ് ഒക്കെ വെച്ചിട്ട് ടൈമറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് അതിന്റെ സ്കോറും അറിയാൻ പറ്റും, ആൻസേഴ്സും അറിയാൻ പറ്റും. അപ്പൊ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട. എത്രയും പെട്ടെന്ന് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ടെസ്റ്റ് സീരീസുകൾ ചെയ്തു തുടങ്ങാം.